വെൽക്കം ടു റുബിൻസ് വ്ളോഗ്. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു ബീഫ് അട ആയാലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ അട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇനി വൈകുന്നേരം വെറുതെ കഴിക്കാനോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഏത് ഓയിലായാലും മതി കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സവാളയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഞാൻ അതിലിട്ട് ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ വേറെ ഇങ്ങനെ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ബീഫുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ വലിയ ജീരകവും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ നമ്മളെ സവാളയിലേക്ക് ചേർക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ നമ്മൾ മസാല ആയിട്ട് ഉപയോഗിക്കുന്നത്, വേറൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊടിയാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. ഈ പൊടി ആവുമ്പോൾ നമുക്ക് പൊട്ടിപ്പോവേ ഇനി പിന്നെ നമുക്ക് ഇളക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ശരിക്കും ഇങ്ങനെ മടക്കി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. സാധാ പത്തിരിപ്പൊടി കൊണ്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇളക്കൊക്കെ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയാവുമ്പോൾ നമുക്ക് വെറും പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിട്ടിട്ട് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 2 കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2.5 കപ്പോളം വെള്ളം വേണ്ടി വരും. നമ്മൾ പിന്നെ നല്ല അത്യാവശ്യം വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ പത്തിരിയൊക്കെ നമ്മൾ കുഴക്കുന്നത് പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കുറേ സമയം കുഴച്ചെടുക്കുക ഒന്നും വേണ്ട. നന്നായി ഒന്ന് യോജിച്ച് ഇങ്ങനെ ബോൾ പോലെ കിട്ടിയാൽ മതിയാവും. പിന്നെ ഞാൻ അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആവിപാത്രത്തിൽ ആ ഒരു തട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലും നന്നായി ഒന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ ആവിപാത്രത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. പിന്നെ നമ്മളെ മാവ് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഓരോ ചെറിയ ബോളുകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അത് നന്നായി ചെറുതായിട്ടൊന്ന് പരത്തുക കേട്ടോ. പരത്തിയിട്ട് അതിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അട പോലെ മടക്കിയെടുക്കുക. അതാ ഇതുപോലെ കേട്ടോ. ചെറിയ ഒരു പത്തിരി ആയിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മളെ മസാല വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ പിരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചാൽ തന്നെ അവിടെ നിന്നോളൂ. നമ്മൾ പത്തിരിപ്പൊടിൻ്റെ ഒക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അതിങ്ങനെ നിൽക്കില്ല. കാരണം അത് വാട്ടിക്കുഴച്ച പൊടിയാവുമ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു പൊടി അടിപൊളിയാണ് കേട്ടോ. റൊട്ടിപ്പൊടിയാണിത്. ഇതുപോലെ ഓരോ അടകളും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലും ചെറുതാക്കി ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞാനിതാ എല്ലാ അടയും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത് ആവിപാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് സ്റ്റീം ചെയ്ത് വന്നാലാണ് ഇനി നമ്മളെ അടുത്ത പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പിന്നെ അത് സ്റ്റീം ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് വലിയ ജീരകവും ഇട്ട് കൊടുക്കുക. പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം അങ്ങനെ പറയും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ അട ഇവിടെ സ്റ്റീം ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് തന്നെ മതി. അതിലപ്പുറം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഉടയാതെ നല്ല അടയായിട്ടുണ്ട്. പിന്നെ അതാ നമുക്കൊന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്കിത് അരപ്പൊക്കെ ഒഴിച്ച് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു രൂപത്തിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ടൊക്കെ തോന്നും കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു അടയാണിത്. അപ്പോൾ നമ്മളുടെ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 സ്പൂണ് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക്
ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ അരപ്പിലേക്ക് അതിന് തേങ്ങക്ക് നമുക്ക് മധുരമായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു കാണാനുള്ള ഭംഗിക്കാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഈ വൈറ്റ് കളറിലാണ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞ കളറായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നിർത്താം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഫസ്റ്റ് തന്നെ ഒരു ലൂസായിട്ടായിരിക്കും കേട്ടോ ഇതുണ്ടാവുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഒന്നിങ്ങനെ തണുത്ത് വരുമ്പോഴേക്കും അതൊക്കെ പാകമായിട്ട് വരും കേട്ടോ. കറക്റ്റ് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.